ടിപ്പ് ഇങ്ങോട്ട് ചില്ലറൊന്നും എടുത്തിട്ടാ. അച്ഛന് കുടിക്കാൻ വല്ലതും വേണം. വേണ്ടടാ. ആംബുലൻസ് ഒക്കെ പോണണ്ടല്ല. അച്ഛൻ വന്നാ അതെ പോയാ? ഏയ് വന്നതാ ഉള്ളൂ, പോയതാവില്ല. പോയതാണെങ്കിൽ ഇതായിരിക്കില്ലല്ലോ ഇവിടുത്തെ അന്തരീക്ഷം. നീ അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. മൊത്തത്തിലാകെ ഒരു മാന്യത. അത് വീട്ടുകാരെ കുപ്പിലാക്കിട്ടേ നാട് വിടാനുള്ള പരിപാടി ആയിരിക്കുള്ളൂ. 10-ാം തീയതി വഴുതക്കാട്ട ടീമായിട്ട് മാച്ച് വെച്ചിട്ടുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? എടാ ആളില്ലടാ, നീ വെറുതെ ജയിച്ചിട്ട് വന്നാ മതി. എടാ ഗോളൊന്നും അടിക്കണ്ടാന്ന്. അവൻ ജന്മം പോയ വായ തുറക്കണ്ടോ നോക്കിയേ. നീ അവനോ ശ്രദ്ധിച്ചു നോക്കിയടാ. പഴയ ഡിസ്കോ രവീന്ദ്രന്റെ ഒരു ലുക്കില്ലേ? ശശി, നീ അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. അല്ലെങ്കിൽ ഓരോരുത്തരും മിണ്ടാനും പറയാൻ അകത്തേക്ക് കയറി വന്ന കാര്യങ്ങൾ കഴിയുന്ന പോകും. ചേട്ടൻ ഒന്ന് വിളിച്ചോ? ഏയ് ഞാനൊന്നുമില്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ ചിരിച്ചുകൊണ്ട് വിളിക്കണോ ദേഷ്യത്തോട് വിളിക്കണോ എന്നൊരു കൺഫ്യൂഷൻ. നീ അങ്ങ് വിളിച്ചാൽ മതി. ചെല്ലടാ. ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? വരൂ. മോനെ ബാഗ്. ശശിയേട്ടാ എൻ്റെ സ്പേസ് ഇനി താഴെ പോയി കിടക്കും. ശരി. നിങ്ങൾക്ക് ഇനി ഈ മുറി ഉപയോഗിക്കാം. പിന്നെ വീട് വിട്ട് അധികം പുറത്തിറങ്ങണ്ട. പിന്നെ ജനലും വാതിലൊന്നും തുറക്കാനും നിൽക്കണ്ട. ഇവിടുത്തെ അവസ്ഥയൊക്കെ മനസ്സിലായി കാണുമല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നമ്മളെ കാരണം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ പൊന്നമ്മ, ഞാൻ പറയണമെന്ന് കേക്ക്. വലിയൊരു ഹർഡലാണ് അച്ഛനിപ്പോൾ ചാടിക്കടന്നിരിക്കുന്നത്. റിവഞ്ച് എടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രശ്നക്കാരെന്നുള്ള ധാരണയിലാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതങ്ങനെ അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും. അതുവരെ എല്ലാവരും ഒന്ന് അടങ്ങ്. പിന്നെ വേറൊരു കാര്യം, ഇനി നാട്ടുകാർ മാത്രമല്ല ബന്ധുക്കൾ പോലും ഈ കോമ്പൗണ്ടിൽ വരാതെ നമ്മൾ സൂക്ഷിക്കണം. ശശിയേട്ടാ, ഒരാളെ വിളിക്കേണ്ടി വരും. ഇതിങ്ങനെ കേലെന്ന് വെള്ളം വരും കണ്ട. അറിയാം. എത്രയും അത് ശശിയേട്ടനെ എന്തെങ്കിലും തന്നാൽ മതി. നമ്മൾ തമ്മിലിപ്പോൾ എന്തിനാ ഒരു കണക്ക്? 500 കുറയണ്ട കേട്ടോ. എന്നാ വെച്ചോ. അപ്പോ യൂറോപ്യൻ ക്ലസ്റ്റൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പാവങ്ങളെ കണ്ടാ മിണ്ടോ? പോടാ. അശോകേട്ടൻ ഇവിടുത്തെ റൂം അല്ല അല്ലേ? അടുക്കളയിൽ സിങ്ക്. നാളെ ഇരിങ്ങാലക്കുടയിലാണ് പണി. അപ്പൊ എല്ലാം കൂടെ തീർത്തിട്ട് പോകാന്ന് ചോദിച്ചു. വരണേ. ഇവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ. അപ്പൊ ശരി എന്നാ. ബൈ ബൈ. സുഭാഷ്. ഹലോ ശശിയേട്ടാ, നിങ്ങളെവിടെ? ഞാനിവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല അച്ഛനെ. അത് ഞങ്ങള് ഡിസ്ചാർജ് ആയി പോകുന്നു സുഭാഷ്. ഓ പോന്നാ? അതാണ് ഞാൻ ഇവിടെ പലയിടത്തും നോക്കിയിട്ട് കാണാനില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ അച്ഛനെ കാണാൻ. ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നേ. വേണ്ട, ഞങ്ങളൊന്ന് വന്നല്ലേ ഉള്ളൂ. പിന്നെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അധികം വിസിറ്റേഴ്സിനെ വീട്ടിലേക്ക് വരുത്തണ്ടെന്ന്. അല്ല, നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ ചേട്ടാ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വന്ന് കണ്ടില്ലെങ്കിൽ ചെന്നത് ഫീൽ ചെയ്താലോ? അതൊന്നും കുഴപ്പമില്ല സുഭാഷേ. പാരലൈസ് ആയ ആളല്ലേ, ഫീലൊന്നും അറിയില്ല. അല്ല പിന്നെ നമ്മുടെ ആ ചെറിയ മാരിമ്പൂരുള്ള അവരൊക്കെ പോയാ? അവര് പോയല്ലോ, ഡിസ്ചാർജ് ആയ ഉടനെ പോയി. ആണല്ലേ? എന്നാ പിന്നെ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ചേട്ടാ. തീർച്ചയായും.
നീ എവിടെയാടാ പോയേ? ഞാനവനല്ല, മറ്റവനാണ്. അയ്യോ, എനക്ക് തെറ്റിപ്പോയത് അവന്. ഞാൻ പെട്ടെന്ന് അജയനാന്ന് വിചാരിച്ചതാ. അല്ലല്ല, അരുണാണ്. മനസ്സിലായി. ഇവിടെ എല്ലാം ഷാർട്ട് ടീംസാണ്. ശാന്തി, ശശി, ശ്രീലത, അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ ആയിട്ട്. അതിന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഘോഷും കൂടി കൂടുതലുണ്ട്, അരുൺ ഘോഷ്. അത് ഇവിടെയുണ്ട്, അജയ് ഘോഷ്. അതുകൊണ്ടല്ലേ? മോനെ, അത് ഓൻ്റെ വില കൊടുത്തേക്ക്. നമ്മളിവിടെ വന്ന് മോന് ബുദ്ധിമുട്ടായില്ലേ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ കട്ടിലിൽ കിടക്കണ്, താഴെ സോഫ കിടക്കണ്, ബാക്കിയെല്ലാം ബുദ്ധിമുട്ട് ഒരുപോലെ തന്നെ. പിന്നെ ഇവിടെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരിക്കും. പിന്നെ രാത്രിയാകുമ്പോൾ ഓടുമ്പുറത്തൊക്കെ കയറി പാട്ടൊക്കെ കേട്ട് അങ്ങനെ അങ്ങോട്ട്. ഈൻ്റെ മുകളിലാ? ആ, അടിപൊളിയാണ്. ശരി. ബ്രോ എന്താ പരിപാടി? ഞാൻ MSc കെമിസ്ട്രി എഴുതി കഴിഞ്ഞ് ഇപ്പോൾ PSc എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. ഞാനും PSc ആണ്. 5 മുമ്പ് തുടങ്ങിയതാ. ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. ബ്രോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പഠിക്കണട്ടാ, സെറ്റാക്കാം. അതെ, ഓർഗാനിക് കെമിസ്ട്രി ബുക്ക് വല്ലതുണ്ടാവോ? ഞാൻ വന്നപ്പോൾ എടുത്തില്ലായിരുന്നു. അതല്ല ഉദ്ദേശിച്ച്, ഞാൻ ഡ്രസ്സ്, ട്രൗസറും ബനിയാനാണ് ഉദ്ദേശിച്ചത്. അത് ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ചേട്ടാ, ഞാൻ സെറ്റ് ചെയ്തോളാം. എന്നാ നടക്കട്ടെ, ഫുഡ് കഴിച്ചോ. ശരി. 25 ലക്ഷം? എയ്ഡഡ് അല്ലേ, ഡെപ്പോസിറ്റ് ആയിട്ടാ. അത് മനസ്സിലായി. അപ്പൊ ഈ NSS വഴിയുള്ള പുഷ് ചെയ്താൽ ജോലി ഉറപ്പിക്കാന്നേ ഉള്ളൂ. ഡെപ്പോസിറ്റ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതിപ്പോ ഏത് വഴി നോക്കിയാലും ഡെപ്പോസിറ്റ് അവർ പറയണ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. സ്ഥിരം ജോലിയല്ലേ, കാശ് കൊടുത്ത് കയറാൻ ഒരുപാട് പേരുണ്ടാവും. നീ നിന്റെ വഴിക്ക് നോക്ക്, ഞാനും നോക്കാം. ഈ വന്ന ടീം എത്ര കാലം ഉണ്ടാവും? അച്ഛൻ ഓക്കെ ആവുന്ന പറയുന്നൊക്കെയാ പറഞ്ഞത്. ഈ ഓക്കെ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, നിന്റെ വണ്ടയിലും അത് തന്നെ ഓടുന്നെന്ന് എനിക്കറിയാം. എന്ത് പാർട്ടീഷൻ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അവിഹിതത്തിനും വിഹിതം ഒരു മാതൃയില്ല. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ. ഒരു ബന്ധമില്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അവർക്ക് എന്റെ വീതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ബന്ധമുണ്ട് ശശിയേട്ടാ, അതല്ലേ പ്രശ്നം. ശ്രീകണ്ഠപുരത്ത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇവിടെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കാണുന്ന വസ്തുക്കളൊക്കെ അച്ഛൻ്റെ പേര് തന്നെയാണോ? ദൈവം ഉണയിച്ച ഇനി ഈ വധൂരി എന്തെങ്കിലും കേട്ട് കാണോ? കേട്ട് കണ്ടില്ല. നല്ല ഉയരമുള്ള തെങ്ങല്ലേ, എത്തൂല സൗണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ്. അച്ഛൻ്റെ ആദ്യ ഭാര്യ നമ്മുടെ അമ്മയാണെന്നുള്ളതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെട്ടുള്ളത് നമ്മളായതുകൊണ്ടും ഈ നോർമൽ ഷെയർ പരിപാടി ഒഴിവാക്കി എന്തെങ്കിലും ചെറിയ ചില്ലറ കൊടുത്ത് അവരെ പറഞ്ഞുവിടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. എങ്ങനെ? ഒന്നുമില്ല, നമ്മുടെ അമ്മയാണ് സീനിയർ എന്നുള്ളത് കാണിക്കാം. ബാക്കി ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ച് അവർ നോക്കിക്കോളും. നമ്മളെ പോലെ അല്ലല്ലോ, അവരുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടാവില്ലേ. ഇതൊക്കെ അച്ഛൻ്റെ കാലശേഷമല്ലേ? അല്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. ഹോസ്പിറ്റലിൽ നമ്മളെ കാണാൻ പോയ പോലെ അവർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞോണ്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടത്, മനസ്സിലായോ? പക്ഷേ അമ്മയുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന ഒരു പ്രൂഫ് എത്രയും പെട്ടെന്ന് എടുത്തു നോക്കണം. അതിപ്പോൾ ഈ രണ്ടു കൂട്ടരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്താലും മതി. അച്ഛൻ്റെ ട്രങ്കോട്ടി എവിടെയാ? അത് അവിടെയാ. ഓ, ഇവിടെ ഒന്നും ഇല്ല. നീ എന്താ നോക്കുന്നത്? നീ 10ാം ക്ലാസ് പാസ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളത് നോക്കും മനുഷ്യ. നിങ്ങൾ എന്തായി നോക്കുന്നേ? എടാ, എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പറ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ എന്തിനാ ഇതിനൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. കല്യാണ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലടാ. ആ കാലത്തെ ഈ രജിസ്ട്രേഷനെ പറ്റിയൊന്നും വലിയ ധാരണയില്ലായിരുന്നല്ലോ. താലി കെട്ടി കൂടെ കൊണ്ടുവന്നു.
ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും. അമ്മയ്ക്ക് ഉറപ്പുണ്ടോ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടെന്ന്? അതിവിടെ എവിടെയെങ്കിലും കാണുവാടാ. അമ്മ അത് കണ്ടിട്ടുണ്ടോ? എന്നൊക്കെ ചോദിച്ചാ ഒരു കല്യാണം ആകുമ്പോ എടുക്കുന്നതല്ലേ ഇതൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ആവശ്യം വരാത്തോണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അത് ഇവിടെ എന്നാലും തപ്പല് നിർത്തിക്കും. നിങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. രജിസ്ട്രേഷൻ പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒയ്യോ, ആ ഇനി അവിടെ എന്താണോ? ദാ മോൻ ചോദിച്ച നമ്മളെ കല്യാണ സർട്ടിഫിക്കറ്റ്. നോക്കട്ടെ അമ്മ. ആൽബം ആണെങ്കിൽ നമ്മുടെ ശ്രീകണ്ഠപുരത്തെ വീട്ടിലുണ്ട്. ആൽബം ഉണ്ടോ? ഓ